ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡോക്ടർ ജോ ഡിസ്പെൻസ എഴുതിയ യു ആർ ദ പ്ലസീബോ എന്ന പുസ്തകത്തിൻ്റെ സമ്മറിയാണ്. ഈ പുസ്തകം 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതായത് പ്ലസീബോ എന്താണെന്ന് ആദ്യത്തെ ഭാഗത്തിൽ വിശദീകരിക്കുന്നു, രണ്ടാമത്തെ ഭാഗത്തിൽ പ്ലസീബോ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാമെന്ന് വിശദീകരിക്കുന്നു. ഈ പുസ്തകത്തിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും എന്ന് വിശദീകരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഏതൊരു കണ്ടീഷനുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക്, ആ ആഗ്രഹം പൂർത്തീകരിച്ച ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ഏറ്റവും ആദ്യം നമ്മൾ പ്ലസീബോ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. പ്ലസീബോ ഒരു സയൻറ്റിഫിക് ടേമാണ്. പല റിസർച്ചുകളിലൂടെയും തിരിച്ചറിഞ്ഞതാണ് മനുഷ്യൻ്റെ മനസ്സിന് ശരീരത്തിലെ അസുഖങ്ങളെ സുഖപ്പെടുത്താനുള്ള, ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു പരീക്ഷണത്തിൽ ചില സയൻറ്റിസ്റ്റ് രോഗികളെ 2 ഗ്രൂപ്പുകളായി തിരിക്കുകയും ആദ്യത്തെ ഗ്രൂപ്പിന് മരുന്നും രണ്ടാമത്തെ ഗ്രൂപ്പിന് വെറുതെ വെള്ളവും കൊടുത്തു. ഇത് മരുന്നാണ് എന്ന് പറഞ്ഞാണ് അവർക്ക് വെള്ളം കൊടുത്തത്. ഈ റിസർച്ചിൽ മനസ്സിലായത് വെള്ളം മരുന്നാണെന്ന് പറഞ്ഞ് എടുത്ത വ്യക്തികളും ഹീലായി, അതോടൊപ്പം മരുന്ന് കൊടുത്ത വ്യക്തികൾ ഹീൽ ചെയ്യപ്പെട്ടു. അതായത് വെള്ളം കൊടുത്ത വ്യക്തിക്ക് മരുന്ന് കൊടുത്തില്ല, മരുന്നില്ലാതെ തന്നെ അവർ ഹീലായി. എന്തുകൊണ്ടാണ് അവർക്ക് ഹീലിംഗ് ഉണ്ടായത് എന്ന് സയൻറ്റിസ്റ്റ് അന്വേഷിച്ചു. അതിൻ്റെ കാരണം വിശ്വാസമായിരുന്നു എന്ന് മനസ്സിലായി. അവർ ലഭിച്ച വെള്ളത്തെ മരുന്നാണെന്ന് വിചാരിച്ച് കുടിച്ചു. അപ്പോൾ അവരുടെ മനസ്സ് അവരുടെ ശരീരത്തെ ഹീൽ ചെയ്തു. ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കി തരുന്നതിന് ജോ ഡിസ്പെൻസ ഈ പുസ്തകത്തിൽ ധാരാളം സയൻറ്റിഫിക് സ്റ്റഡീസിനെ പറ്റി വിവരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ ചില രോഗികൾക്ക് അവരുടെ കാലിൽ ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു. സർജറി ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു മുറിവുണ്ടാക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തു. തുടർന്ന് ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, നിങ്ങളുടെ ആരോഗ്യം ഇനി ബെറ്റർ ആയിക്കൊള്ളുമെന്ന വിശ്വാസം നൽകി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കണ്ടീഷൻ ബെറ്റർ ആവാൻ തുടങ്ങി. കാരണം അവർ വിശ്വസിച്ചത് ഒറിജിനലി ഓപ്പറേഷൻ നടന്നു എന്നാണ്. പക്ഷേ സത്യത്തിൽ അവിടെ മുറിവുണ്ടാക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക മാത്രമാണ് ചെയ്തത്. മറ്റൊരു എക്സ്പെരിമെൻറ്റിൽ കുറച്ച് പേഷ്യൻസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പവർഫുള്ളായിട്ടുള്ള പാർക്കിൻസൺസിൻ്റെ ഇഞ്ചക്ഷൻ നൽകാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പേഷ്യൻസ് വളരെ പെട്ടെന്ന് ഒറിജിനൽ മരുന്ന് കൊടുത്തവരെക്കാൾ കൂടുതൽ വേഗതയിൽ ഹീൽ ചെയ്യുന്നതായിട്ട്, റിക്കവർ ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലായത് മരുന്ന് ഏതുമായിക്കൊള്ളട്ടെ, അത് ഓരോ വ്യക്തിയിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്നത് ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെയും ഫീലിങ്ങിൻ്റെയും വിചാരങ്ങളുടെയും ബേസിലാണ്. ഇതാണ് പ്ലസീബോ എഫക്റ്റ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ ഔട്ടർ വേൾഡ്, 3D വേൾഡിൻ്റെ കണ്ടീഷൻ ഏതുമായിക്കൊള്ളട്ടെ, അത് ഒരു കാരണമാകുന്നില്ല. നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മുടെ റിയാലിറ്റിയെ നിർമ്മിക്കുന്നത്. ഇതിനായിട്ട് ഡോക്ടർ ജോ ഡിസ്പെൻസ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ഒന്നാമതായി ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു റിയാലിറ്റിയെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് പുറമേ നിന്ന് ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം, സന്തോഷകരമായ ഒരു ജീവിതം, അതല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർന്ന തലത്തിലുള്ളൊരു ജീവിതം വേണമെങ്കിൽ അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പുറമേ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളുടെ, ഫീലിങ്ങുകളുടെ, വിശ്വാസങ്ങളുടെ തത്ഫലമായാണ് സംഭവിക്കുന്നത്. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, യുവർ പേഴ്സണാലിറ്റി ക്രിയേറ്റ്സ് യുവർ പേഴ്സണൽ റിയാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അതിനനുസരിച്ചുള്ള ഒരു റിയാലിറ്റി ആയിരിക്കും ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നിർമ്മിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഫീലിങ്ങുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്, സംഭവങ്ങളെ, കാര്യങ്ങളെ നോക്കുന്ന ആ ഒരു പെർസെപ്ഷൻ, ആ ഒരു രീതി, വീക്ഷണകോൺ, ഇതെല്ലാം ഒരുമിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി നിർമ്മിക്കപ്പെടുന്നു. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൺട്രോളിലുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും, ഫീലിങ്ങുകളെ നിയന്ത്രിക്കാൻ കഴിയും, നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റാൻ സാധിക്കും, പുതിയ വിശ്വാസങ്ങളെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള വീക്ഷണകോൺ, അതിനെയും മാറ്റാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ കൺട്രോളിലുള്ളതാണ്. നമ്മുടെ ഇപ്പോഴുള്ള പേഴ്സണൽ റിയാലിറ്റി, നമ്മുടെ ഇപ്പോഴുള്ള പ്രസൻറ്റ് കണ്ടീഷനെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ചെയ്യണം. പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ വിശ്വാസം, ബിലീഫ്, നമ്മുടെ വിചാരങ്ങൾ, ഫീലിംഗ്, വീക്ഷണകോൺ, അതായത് പെർസെപ്ഷൻ, ഇവയെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഇവയ്ക്ക് മേലെ നമുക്ക് വളരെ എളുപ്പം കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
നമ്മുടെ ഇന്ന് കഴിഞ്ഞ കാലങ്ങളിലെ വിചാരങ്ങളുടെ റിസൾട്ടാണ്. പുതിയ റിയാലിറ്റി നിർമ്മിക്കുന്നതിന് പുതിയ വിചാരങ്ങളും പുതിയ ചോയ്സും നമ്മൾ തിരഞ്ഞെടുക്കണം. തുടക്കത്തിൽ നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കുകയും പുതിയ രീതിയിൽ ഫീൽ ചെയ്യുകയും പുതിയ വീക്ഷണകോണിലൂടെ കാണുകയും ചെയ്യുന്ന സമയത്ത് അല്പം ഡിസ്റ്റർബൻസ്, അല്പം ബുദ്ധിമുട്ട്, അല്പം ആശ്ചര്യം ഉണ്ടായേക്കാം. പക്ഷേ ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മൾ ഈ ഒരു കാര്യത്തെ, അതായത് പുതിയ റിയാലിറ്റിയെ കാണുന്ന, പുതിയ റിയാലിറ്റിയെ വിശ്വസിക്കുന്ന, പുതിയ റിയാലിറ്റിയെ ഫീൽ ചെയ്യുന്ന, പുതിയ റിയാലിറ്റിയെ പറ്റി പുതിയൊരു ചിന്താധാരയെ നിർമ്മിക്കുന്ന പ്രാക്ടീസ് വീണ്ടും വീണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസുകളിൽ ഫയർ ചെയ്ത് പുതിയൊരു വയറിംഗ് നടത്തുന്നു, റീവയറിംഗ് സംഭവിക്കുന്നു. നമ്മുടെ തലച്ചോറിൽ ന്യൂറോൺസുകളുടെ പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു, പുതിയ ന്യൂറൽ പാത്വേകൾ നിർമ്മിക്കപ്പെടുന്നു. പുതിയ ന്യൂറൽ കണക്ഷൻസ് നമുക്ക് പുതിയ അനുഭവം നൽകുന്നു. പുതിയ അനുഭവങ്ങൾ പുതിയ ഫീലിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയ ഫീലിംഗ് നമുക്ക് പുതിയ വിചാരങ്ങളെ കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഏരിയകളിലും ആരോഗ്യം, ഫിറ്റ്നസ്, പേഴ്സണൽ ലൈഫ്, ബിസിനസ്, റിലേഷൻഷിപ്പ്, ഇവയിലെല്ലാം ഒരു വഴിത്തിരിവുണ്ടാവാൻ തുടങ്ങുന്നു. ഈ ഒരു യാത്രയെ ഡോക്ടർ ജോ ഡിസ്പെൻസ ക്രോസിംഗ് ദ റിവർ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നു. അതായത് ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു പുതിയ റിയാലിറ്റിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഈ തീരം വിട്ട് അടുത്ത തീരത്തിലേക്കുള്ള യാത്ര ചെയ്യുകയാണ്. അതാണ് ചേഞ്ച് ഓഫ് റിവർ. അതായത് നമുക്ക് ഒരു പുതിയ ജീവിതം നിർമ്മിക്കണമെങ്കിൽ പഴയ ജീവിതത്തിലെ ഓർമ്മകൾ, വിശ്വാസങ്ങൾ, ഫീലിങ്ങുകൾ അവയെ ഇല്ലാതാക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, തോട്ട്സ് ചേഞ്ചസ് അവർ ബോഡി. നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ബോഡിയെ ചേഞ്ച് ചെയ്യുന്നു. നെവിൽ ഗോഡാർഡിൻ്റെ ബുക്ക് സമ്മറീസ് കേട്ടിട്ടുള്ളവർക്ക് ഈ ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഒരു പുതിയ വിശ്വാസത്തിൽ ഉറങ്ങുകയും ആ വിശ്വാസത്തിൽ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു പുതിയ ബോഡിയെയാണ് ആക്ച്വലി നിർമ്മിക്കുന്നത്. ഇവിടെ ഡോക്ടർ ജോ ഡിസ്പെൻസ ഒരു പുതിയ സയൻസ്, എപ്പിജെനറ്റിക്സിനെ പറ്റി പറയുന്നു. അതായത് നമ്മുടെ വിചാരങ്ങളിലും ഫീലിങ്സിലും ചേഞ്ചസ് കൊണ്ടുവന്ന് നമ്മുടെ DNA-യിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും, ജീൻസുകളിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ നമ്മുടെ വിചാരങ്ങളെയും ഫീലിങ്സിനെയും വിശ്വാസത്തെയും മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ജീൻസുകളുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നു. ജീൻസുകൾ ചേഞ്ച് ചെയ്യുന്നു എന്നല്ല, ജീൻസ് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നു. നമ്മുടെ ജീൻസ് എക്സ്പ്രഷനിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. നമ്മുടെ നെഗറ്റീവ് വിചാരങ്ങൾ നെഗറ്റീവ് എക്സ്പീരിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ ടോക്സിക്, വിഷലിപ്തമായ ഹോർമോൺസുകളെ നിർമ്മിക്കുന്നു. ഇതിലൂടെ ശരീരത്തിൽ രോഗങ്ങളും ഉണ്ടാകുന്നു. ഇതിന് വിപരീതമായി നമ്മുടെ പോസിറ്റീവ് വിചാരങ്ങൾ നമ്മുടെ ജീൻസിൽ പോസിറ്റീവ് എക്സ്പ്രഷൻസ് ഉണ്ടാക്കുന്നു. ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാകാൻ തുടങ്ങുന്നു, സന്തുലനമുണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് പോസിറ്റീവ് വിചാരങ്ങളിലൂടെ നമ്മുടെ ജീൻസിൽ പോസിറ്റീവ് എക്സ്പ്രഷൻസിനെ നിർമ്മിക്കണം. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ജീൻസിലെ പോസിറ്റീവ് എക്സ്പ്രഷനായിട്ട് നമ്മൾ നമ്മുടെ വിചാരങ്ങളെ ചേഞ്ച് ചെയ്യണം. ചില ആളുകൾ ജീവിതത്തിൽ ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കുന്നു, വീണ്ടും വീണ്ടും ഫേസ് ചെയ്യുന്നു. കാരണം അവർ ഒരേ തരത്തിലുള്ള വിചാരങ്ങളും ഫീലിങ്ങുകളും വീണ്ടും വീണ്ടും മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ തൽഫലമായി അത്തരത്തിലുള്ള റിസൾട്ട് വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. രോഗങ്ങളും ഇതുപോലെ തന്നെയാണ്. ഒരേ തരത്തിലുള്ള രോഗങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു. അർത്ഥം നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ, നമ്മുടെ ഫീലിങ്ങുകളിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ്. അവ വീണ്ടും വീണ്ടും ശരീരത്തിൽ ഒരേ തരത്തിലുള്ള സിഗ്നലുകൾ അയക്കുകയും ഒരേ തരത്തിലുള്ള രോഗങ്ങളെ നിർമ്മിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പറ്റി അവെയറായിട്ട് നമ്മളുടെ ഉള്ളിൽ വരുന്ന വീണ്ടും വീണ്ടും വരുന്ന ഡൊമിനൻ്റ് വിചാരങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ ജീൻസിന് തെറ്റായ സിഗ്നലുകൾ നൽകുന്ന വിചാരങ്ങളെ ക്യാച്ച് ചെയ്യണം, അവയെ കണ്ടുപിടിക്കണം. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, അത്തരത്തിലുള്ള വിചാരങ്ങളെ കണ്ടെത്തി അവയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. നമ്മുടെ ഉള്ളിലുള്ള ടോക്സിക് വിചാരങ്ങളുടെ ലിസ്റ്റ് നിർമ്മിച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അവയെ മാറ്റിയെടുക്കാൻ സാധിക്കും. രണ്ടാമതായി ഒരു ലിസ്റ്റ് കൂടി ഡോക്ടർ ജോ ഡിസ്പെൻസ നിർദ്ദേശിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിഷാദം ഉണ്ടാക്കുന്ന ആ ഓർമ്മകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഫീലിങ്സുകൾ, ഭാവനകൾ, അതായത് ഇൻസെക്യൂരിറ്റി, സുരക്ഷിതത്വത്തിൻ്റെ ഫീലിംഗ് ഇല്ലായ്മ, അതുപോലെ തന്നെ ടെൻഷൻ, ഭയം, ദേഷ്യം, അങ്ങനെയുള്ള ഇമോഷൻസിൻ്റെ ലിസ്റ്റ് കൂടി തയ്യാറാക്കാൻ
ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു. കാരണം ഇവ നമ്മെ ഹീൽ ചെയ്യാൻ അനുവദിക്കില്ല, നമ്മുടെ പ്രോബ്ലങ്ങളെ സൊല്യൂഷനിലേക്ക് പരിവർത്തനം ചെയ്യാൻ അനുവദിക്കില്ല. അടുത്തതായി നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെ കണ്ടെത്തണം. ഏതൊരു വിശ്വാസങ്ങളാണോ നമ്മെ ഹീൽ ചെയ്യാൻ അനുവദിക്കാത്തത്, നമുക്ക് നമ്മെപ്പറ്റിയുള്ള തെറ്റായ വിശ്വാസങ്ങളുള്ളത്, നമ്മുടെ റിലേഷൻഷിപ്പുകളെ പറ്റിയുള്ള തെറ്റായ വിശ്വാസങ്ങൾ, ജോലിയെപ്പറ്റിയുള്ള തെറ്റായ വിശ്വാസങ്ങൾ, സമ്പത്തിനെ പറ്റിയുള്ള തെറ്റായ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറയുന്നു. കാരണം തെറ്റായ വിശ്വാസങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആ ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല. മൂന്നാമതായി ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് അവയിലും ചേഞ്ചസ് കൊണ്ടുവരണം. അടുത്തതായി നമ്മൾ ആരുടെയെങ്കിലും ഗോസിപ്പ് പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യണം. അഞ്ചാമതായി ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മളെപ്പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവത്തെയും ചേഞ്ച് ചെയ്യണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്ന സിഗ്നലുകളെ ചേഞ്ച് ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സ്റ്റാറ്റസിലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്റ്റാറ്റസിനെ പറ്റി ചിന്തിക്കണം. തുടർന്ന് നമ്മൾ ആ ഒരു ലക്ഷ്യം നേടിയ അവസ്ഥ എന്തായിരിക്കും, അപ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും, അതിനെപ്പറ്റി ചിന്തിക്കണം. അടുത്തതാണ് മെൻ്റൽ റീഹേഴ്സൽ. നമ്മൾ ഏതൊരു പൊസിഷനിലേക്കാണോ എത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പൊസിഷനിൽ എത്തിയതായിട്ട് മനസ്സിൽ കാണുകയും മെൻ്റലി ആക്ട് ചെയ്യാനും ആരംഭിക്കണം, റിഹേഴ്സൽ ചെയ്യാൻ ആരംഭിക്കണം. ഈ ആക്ടിങ് ചെയ്യുന്നതിലൂടെ, മെൻ്റൽ റിഹേഴ്സൽ ചെയ്യുന്നതിലൂടെ, ഇമാജിനേഷനിലൂടെ ആ ഒരു പൊസിഷൻ നേടിയതായി കാണുകയും അതിനെ അനുഭവിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീൻസിന് പുതിയ സിഗ്നൽസ് നൽകുകയാണ്. ഇങ്ങനെ മെൻ്റൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ലെവലിൽ ജീൻസുകളിലേക്ക് സിഗ്നൽ നൽകാൻ സാധിക്കും. സ്പോർട്സ് പേഴ്സൺസ് ഈ ഒരു കാര്യത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. എപ്പോഴെല്ലാം നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമേജിനെ മനസ്സിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന്, ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അതിനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആ ഒരു അനുഭവത്തിന് അനുസൃതമായി നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസുകൾ റെസ്പോണ്ട് ചെയ്യുന്നു. അതിനായിട്ട് അവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്റ്റഡ് ആവുന്നു. ഇതിനെ ന്യൂറൽ പാത്വേ എന്ന് പറയുന്നു. ഈ ന്യൂറൽ പാത്വേകൾ പുതിയ രീതിയിൽ റീവയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായി മാറുന്നു. ഈ ഒരു പ്രോസസ്സിനെ, അതായത് മെൻ്റൽ റിഹേഴ്സലിനെ കൂടുതൽ പവർഫുള്ളാക്കുന്നതിന് ഡോക്ടർ ജോ ഡിസ്പെൻസ ഇമോഷൻ കൂടി ആഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഇമോഷൻ്റെ പീക്ക് സ്റ്റേജിൽ നമ്മൾ അതിനെ ഇമാജിൻ ചെയ്യുമ്പോൾ, മെൻ്റൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ വയറിംഗ് ശക്തമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ തലച്ചോറിന് ഇത് സംഭവിക്കുന്നതാണോ അതോ ഇമാജിനേഷനാണോ എന്ന് മനസ്സിലാക്കാനേ സാധിക്കില്ല. അത് ആ ഒരു രീതിയിൽ, അതിപ്പോൾ സംഭവിക്കുന്നത് പോലെ ചിന്തിക്കുകയും ആ രീതിയിൽ പുതിയ വയറിംഗ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ചില പേഷ്യൻസിൽ ഡോക്ടർ ജോ ഡിസ്പെൻസ ഈ ഒരു പ്രയോഗം നടത്തി. അവരോട് മെഡിറ്റേഷനിൽ ഇരിക്കാനും മെഡിറ്റേഷനിൽ ആ ഒരു പോസിബിലിറ്റീനെ, ആ ഒരു ആരോഗ്യം നേടിയ അവസ്ഥയെ കാണാനും വളരെ നല്ല രീതിയിൽ ജോലികൾ ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണാനും നിർദ്ദേശിച്ചു. തുടർന്ന് ഡോക്ടർ ജോ ഡിസ്പെൻസ അവരുടെ ബ്രെയിൻ സ്കാൻ ചെയ്തു. മെഡിറ്റേഷന് മുമ്പ് ചെയ്ത സ്കാനിങ് റിപ്പോർട്ടും മെഡിറ്റേഷന് ശേഷം ചെയ്ത സ്കാനിങ് റിപ്പോർട്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു, നമ്മൾ ഏതൊരു വ്യക്തിയാണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയായി എന്ന രീതിയിൽ ദിവസവും 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ ആ ഒരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, ആ ഒരു പേഴ്സൺ ആയിത്തീരുന്നു. ഈ രീതിയിലൂടെ, അതായത് മെഡിറ്റേഷനിലൂടെ മെൻ്റൽ റിഹേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനെ റീവെയർ ചെയ്യുകയാണ്. ഇതിനുശേഷം ഡോക്ടർ ജോ ഡിസ്പെൻസ സ്വന്തം അനുഭവം പറയുന്നു. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും നട്ടലിൽ പൊട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്താലും അത് ശരിയാവുമോ എന്ന് ഉറപ്പില്ല എന്നാണ്. അതുകൊണ്ട് ഡോക്ടർ ജോ ഡിസ്പെൻസ ഓപ്പറേഷൻ നടത്താതെ തിരിച്ചു പോരുകയും ഒരു വീൽ ചെയറിലിരുന്ന് 3 മാസത്തോളം ആരോഗ്യം നേടിയ ഒരവസ്ഥയെ കാണുകയും എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തു. 3 മാസത്തിന് ശേഷം അത്ഭുതകരമായ മാറ്റം ഉണ്ടായി. അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടി. അദ്ദേഹം
സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. കാലിലുണ്ടായ പൊട്ടലുകളെല്ലാം ഹീൽ ചെയ്യപ്പെട്ടു. ഇന്ന് അദ്ദേഹം മണിക്കൂറുകളോളം ട്രെയിനിങ്ങുകൾ നടത്തുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു. അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട്സ് ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ ദ പ്ലെസിബോ എന്ന പുസ്തകത്തിൻ്റെ സമ്മറി. ഒന്നാമത്തേതാണ്, നമുക്കൊരു റിയാലിറ്റിയെ നമ്മൾ തന്നെയാണ് നിർമ്മിക്കേണ്ടത്. പുതിയൊരു ജീവിതം വേണമെങ്കിൽ പുതിയ റിയാലിറ്റിയെ നമ്മൾ മനസ്സിൽ നിർമ്മിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വിചാരങ്ങൾക്ക് നമ്മുടെ ശരീരത്തിനെ ചേഞ്ച് ചെയ്യാനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. അടുത്തതായി മെൻ്റൽ റിഹേഴ്സൽ. മെഡിറ്റേഷനിൽ നമ്മൾ മെൻ്റൽ റിഹേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന്, ജീൻസിന് പുതിയ സിഗ്നലുകൾ നൽകുകയാണ്. അതിലൂടെ നമുക്ക് പുതിയ റിയാലിറ്റിയെ നിർമ്മിക്കാൻ സാധിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു പ്ലെസിബോ. ഈ ഒരു കാര്യം പ്ലെസിബോ നമ്മുടെ ജീവിതത്തിലും ഉപയോഗിച്ച് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.